ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2025 ഓഗസ്റ്റ് 24 കഴിഞ്ഞ സെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷന്റെ 8ാമത്തെ പാർട്ടിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 80 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഉത്തരം പറയാനൊക്കെ എല്ലാവരും റെഡി അല്ലേ? യെസ്. അപ്പൊ ചോദ്യം, ഉത്തരം, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, 81ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യം എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പാരഡൈം ഷിഫ്റ്റ് എന്ന സങ്കല്പം അവതരിപ്പിച്ചതാര്? പാരഡൈം ഷിഫ്റ്റ് എന്ന സങ്കല്പം അവതരിപ്പിച്ചതാര്? ദെറിഡ, സൊസ്യൂർ എന്നാണ്, ചോംസ്കി, തോമസ് മൂർ. ഓക്കെ, ഇതില് ദെറിഡ എന്നുള്ള ആൻസർ ആണ്. ആൻസർ കീ വന്നപ്പോൾ LBSന്റെ ആൻസർ കീ വന്നപ്പോൾ ദെറിഡ എന്നുള്ള ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. അതെന്തായാലും തെറ്റാണ്. പിന്നെ നോക്കൂ, പിന്നെ നമുക്ക് സാധ്യതയുള്ളത് ഓപ്ഷൻ ഡി, തോമസ് മൂർ എന്നുള്ളതാണ്. പക്ഷെ തോമസ് മൂർ എന്നുള്ള ആ ഒരു പേര് തെറ്റാണ്, അവിടെ അക്ഷര തെറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. ശരിക്ക് പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള പദം, സങ്കല്പം ആദ്യമായിട്ട് വരുന്നത് തോമസ് കൂളിന്റെ, തോമസ് മൂർ അല്ല കേട്ടോ, തോമസ് കൂൾ ആണ്. തോമസ് കൂളിന്റെ ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ എന്നുള്ള കൃതിയിലാണ്. ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ 1962 ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ എന്ന പുസ്തകത്തിലാണ് തോമസ് കൂൾ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള പദം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും പറയുകയാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയിലെ 81ാമത്തെ ചോദ്യം, പാരഡൈം ഷിഫ്റ്റ് എന്നുള്ളത് ആൻസർ കീ പ്രകാരം ദെറിഡയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയം വരെ എന്ത് വന്നിട്ടില്ല? ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. ഇനിയിപ്പോ ഇത് മാസങ്ങൾക്ക് ശേഷം ആണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടോ? ഫൈനൽ ആൻസർ കീ എന്താണ് വന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ എന്താണ്? തോമസ് കൂൾ ആണ് ആൻസർ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? വ്യക്തമല്ലേ മക്കളെ? പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള സങ്കല്പം തോമസ് കൂളിന്റേതാണ്. ഏത് കൃതി? ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ എന്ന കൃതിയിലൂടെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ, 82ാമത്തെ ചോദ്യത്തിലേക്ക് പോകാലോ. വിശിഷ്ടമായ പദരചനയാണ് രീതി എന്ന് പറഞ്ഞതാര്? ഈ പ്രാവശ്യം സെറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ പൗരസ്ത്യ സാഹിത്യ ദർശനത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമായിരുന്നു. വിശിഷ്ടമായ പദരചനയാണ് രീതി എന്ന് പറഞ്ഞതാര്? ആനന്ദവർദ്ധനൻ, ദണ്ഡി, വാമനൻ, അഭിനവഗുപ്തൻ. ആരാണ് പറഞ്ഞത്? ഒന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. ആരാണ് വിശിഷ്ടമായ പദരചനയാണ് രീതി എന്ന് പറഞ്ഞത്? ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ സിദ്ധാന്തങ്ങളും നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട പദ്ധതികൾ? രസപദ്ധതി ഭരതമുനിയുടേതാണ്, ധ്വനി പദ്ധതി ആനന്ദവർദ്ധനന്റേതാണ്, രീതി പദ്ധതി വാമനന്റേതാണ്, വക്രോക്തി കുന്തകന്റേതാണ്, അനുമാന സിദ്ധാന്തം അവതരിപ്പിച്ചത് മഹിമഭട്ടനാണ്. പിന്നെ അതുള്ളത് ഔചിത്യ പദ്ധതി ക്ഷേമേന്ദ്രന്റേതാണ്, അലങ്കാര പദ്ധതിക്ക് കൂടുതൽ പ്രചാരം നൽകിയത് ഭാമഹനാണ്. ഇത്തരത്തിലൊക്കെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ രീതിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനെ കുറിച്ചിട്ടാണ്? രീതി. അപ്പൊ വിശിഷ്ടമായ പദരചന എന്ന് രീതിയെ നിർവചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ദീപ മാത്രമാണല്ലോ ആൻസർ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ, എന്താണ് ആൻസർ എന്നുള്ളത്? രീതി. രീതി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വർണ്ണം, പദം, ആശയം എന്നിവ തെരഞ്ഞെടുത്ത് വിന്യസിക്കുന്നതിലൂടെയും സമ്മേളിക്കുന്നതിലൂടെയും ഉളവാകുന്ന പ്രത്യേക ഘടനാ വൈശിഷ്ട്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രീതി എന്ന് വിളിക്കുന്നത് അല്ലെ?
പദം, വർണ്ണം, ആശയം എന്നിവ തെരഞ്ഞെടുത്ത് വിന്യസിക്കുന്നതിലൂടെയും സമ്മേളിക്കുന്നതിലൂടെയും ഉളവാകുന്ന പ്രത്യേക ഘടനാ വൈശിഷ്ട്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? രീതി എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഈ രീതി സിദ്ധാന്തത്തെ സിദ്ധാന്ത പദവിയിലേക്ക് ഉയർത്തി കാവ്യാത്മകമായിട്ട് പ്രതിഷ്ഠിച്ചത്, രീതിക്ക് സിദ്ധാന്തത്തിലെ, പൗരസ്ത്യ സിദ്ധാന്തത്തിലെ ഒരു ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത സൈദ്ധാന്തികൻ ആരാണ്? അത് വാമനനാണ്. അപ്പൊ നമുക്ക് ഡൗട്ട്, വാമനൻ തന്നെയാണോ വിശിഷ്ട പദരചന രീതി എന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ, യെസ്, അദ്ദേഹം തന്നെയാണ്. വാമനനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? വിശിഷ്ടമായ പദരചനയാണ് രീതി. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്, PYQ ആണ്. മുൻകാല ചോദ്യ പേപ്പറുകളിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോ വാമനന്റെ കൃതിയുടെ പേരെന്താ? അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് നോക്കുകയാണെ. വാമനന്റെ കൃതിയുടെ പേരെന്താ? നമ്മൾ പ്രധാനപ്പെട്ട അലങ്കാരികന്മാരുടെ കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വാമനനെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? കാവ്യാലങ്കാര സൂത്രവൃത്തി. കാവ്യാലങ്കാര സൂത്രവൃത്തി. യെസ്, സൂത്രവൃത്തി, കാവ്യാലങ്കാര സൂത്രവൃത്തി. ഇതിലൂടെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? രീതിരാത്മക കാവ്യസ്യ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്തു പറഞ്ഞു? വിശിഷ്ടമായ പദരചനാ രീതിയാണ് എന്ന് പറഞ്ഞു. വിശിഷ്ട പദരചന രീതി എന്നും ആര് പറഞ്ഞു? വാമനൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, വിശേഷോ ഗുണാത്മക, ഗുണാത്മ, വിശേഷോ ഗുണാത്മ. ക്ലിയർ അല്ലേ? ഗുണവിശിഷ്ടമായ പദരചനയാണ് രീതി എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. കാവ്യത്തിന്റെ ആത്മാവ് രീതിയാണ്. ശരീരത്തിന് എപ്രകാരമാണോ ആത്മാവ് ചൈതന്യം നൽകുന്നത്, അപ്രകാരം കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്ക് രീതി ചൈതന്യം നൽകുന്നു എന്നാണ് ആര് പറയുന്നത്? യെസ്, വാമനൻ പറയുന്നത്. വാമനന്റെ കൃതിയുടെ പേരെന്താണ്? കാവ്യാലങ്കാര സൂത്രവൃത്തി എന്നാണ്. രീതിരാത്മക കാവ്യസ്യ എന്ന് പറഞ്ഞത് ആരാണ്? രീതിരാത്മക കാവ്യസ്യ, യെസ്, വാമനനാണ്. വിശിഷ്ട പദരചനാ രീതി എന്നും വിശേഷോ ഗുണാത്മക എന്നും പറഞ്ഞത് ആരാണ്? വാമനനാണ്. ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹം ഏതൊക്കെ കാവ്യ രീതികളെയാണ് മുന്നോട്ട് വെച്ചത്? മാധുര്യം, നോട്ട് ചെയ്യണം, മാധുര്യം, ഓജസ്, പ്രസാദം. മാധുര്യം, ഓജസ്, പ്രസാദം എന്നീ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചു. ക്ലിയർ അല്ലേ? മാധുര്യം, ഓജസ്, പ്രസാദം എന്നീ കാവ്യരീതികളെ മുന്നോട്ട് വെച്ച ആലങ്കാരികനാരെ? ചോദ്യം വന്നിട്ടുണ്ട്. ആരാണത്? യെസ്, ആരാണത്? വാമനനാണ്. വാമനനാണ്. ക്ലിയർ അല്ലേ? വാമനൻ. ഓക്കെ, അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. രീതിയെ സുകുമാരം, വിചിത്രം, മധ്യമം. രീതിയെ സുകുമാരം, വിചിത്രം, മധ്യമം എന്ന് പേരിട്ട് വിളിച്ചത് ആരാണെന്നറിയോ? രീതിയെ സുകുമാരം, വിചിത്രം, മധ്യമം. യെസ്, വെരി ഗുഡ് അഖില. കുന്തകനാണ്. വക്രോക്തി സിദ്ധാന്തത്തിന്റെ വക്താവായിട്ടുള്ള കുന്തകൻ കിട്ടിയോ? കുന്തകനാണ് ഈ പേരിട്ട് വിളിച്ചത്. അപ്പൊ അടുത്ത ചോദ്യം, സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വൈദർഭി, പാഞ്ചാലി, ഗൗഡി, ലാഡിയ. വൈദർഭി, പാഞ്ചാലി, ഗൗഡി, ലാഡിയ എന്നിങ്ങനെ രീതി 4 തരമുണ്ട് എന്ന് പറഞ്ഞതാരാ? വൈദർഭി, പാഞ്ചാലി, ഗൗഡി, ലാഡിയ. നിങ്ങൾ ചോദ്യപേപ്പറുകൾ, നെറ്റിന്റെ പേപ്പർ ആണെങ്കിലും സെറ്റിന്റെ പേപ്പർ ആണെങ്കിലും മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പേപ്പർ എടുത്തു നോക്കിയാലും മക്കളെ ഈ ഒരു ചോദ്യം കാണാൻ പറ്റൂട്ടോ. ആരാണ് പറഞ്ഞത്? രുദ്രടനാണ്. രുദ്രടൻ. ക്ലിയർ ആണോ? രുദ്രടൻ. ക്ലിയർ ആണോ? വൈദർഭി, പാഞ്ചാലി, ഗൗഡി, ലാഡിയ. ക്ലിയർ? ഇനി വൈദർഭി, ഗൗഡി എന്ന് തിരിച്ചതാരാ? രണ്ടാണ്. വൈദർഭി, ഗൗഡി എന്നിങ്ങനെ വേർതിരിച്ച് ഓരോന്നിന്റെയും പ്രത്യേകത വ്യക്തമാക്കിയത് ദണ്ഡിയാണ് കേട്ടോ. ദണ്ഡി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരാളെ കൂടി പറയാനുണ്ട്. ഭോജൻ. അദ്ദേഹത്തിന്റെ രീതിയുടെ വിഭജനം കൂടി നോക്കണേ. വൈദർഭി ഉണ്ട്,
പാഞ്ചാലി ഉണ്ട്, ലാഡിയ ഉണ്ട്. നോട്ട് ചെയ്യുക. വൈദർഭി, പാഞ്ചാലി, ലാഡിയ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൂടാതെ മാഗധി എന്നും അവന്തിക എന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് 5 രീതികൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഭോജനാണ്. ഭോജൻ. ക്ലിയർ അല്ലേ മക്കളെ? ഭോജൻ ക്ലിയർ അല്ലേ? യെസ്, ഭോജനാണ്. മാഗധി എന്നും അവന്തിക എന്നും തിരിച്ചത് ആരാണ്? ഭോജനാണ്. ഓക്കെ, അപ്പൊ വിശിഷ്ടമായ പദനരചനാ രീതി എന്ന് പറഞ്ഞത് ആരാണ്? വാമനനാണ്. കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനന്റെ കൃതിയാണ്. രീതിരാത്മക കാവ്യസ്യ എന്നും വിശിഷ്ട പദരചനാ രീതി എന്നും വിശേഷോ ഗുണാത്മക എന്നും പറഞ്ഞത് ആരാണ്? വാമനൻ തന്നെയാണ്. മാധുര്യം, ഓജസ്, പ്രസാദം എന്നിങ്ങനെ 3 രീതികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സുകുമാരം, വിചിത്രം, മധ്യമം എന്ന രീതിയെ തിരിച്ചത് കുന്തകനാണ്. മധ്യമം കുന്തകൻ. വൈദർഭി, പാഞ്ചാലി, ഗൗഡി, ലാഡിയ എന്നിങ്ങനെ 4 വിധത്തിൽ രീതിയുണ്ട് എന്ന് പറഞ്ഞത് രുദ്രടനാണ്. വൈദർഭി എന്നും ഗൗഡി എന്നും മാത്രം തിരിച്ചത് ദണ്ഡിയാണ്. ഭോജനാണ് ഇതിന്റെ ഒപ്പം മാഗധിയെയും അവന്തിക എന്നീ രീതികളെയും കൂട്ടിച്ചേർത്തത്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. രീതി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും ഇപ്പതേ ഇവിടെ നോക്കിക്കഴിഞ്ഞു നമ്മുടെ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. രാജരാജീയം എന്ന കൃതി എഴുതിയത് ആരാണ്? രാജരാജീയം എന്ന കൃതി എഴുതിയത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, മുണ്ടശ്ശേരി, പി ശങ്കരൻ നമ്പ്യാർ. രാജരാജീയം എന്നുള്ള കൃതി എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. രാജരാജീയം വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. വിമർശനം ആരാണ്? പറയാനായിട്ട് പറ്റുമോ? കിട്ടുന്നല്ലോ. ബി ആണോ? കുട്ടിക്കൃഷ്ണമാരാരാണോ? ഏതെങ്കിലും ഒക്കെ ഒന്ന് ഗസ് ചെയ്തേ. ഗസ് ചെയ്യൂ. രാജരാജീയം കേസരി എ ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, മുണ്ടശ്ശേരി, പി ശങ്കരൻ നമ്പ്യാർ. ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതിരിക്കാൻ വഴിയില്ലല്ലോ. ബി ഡൗട്ട്, സി ഡൗട്ട്, ഡി ഡൗട്ട്. രാജരാജീയം എന്നുള്ള കൃതി ആരുടേതാണ് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിച്ചോളൂ. കൂടുതലായിട്ട് ഞാൻ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ആരാണ്? രാജരാജീയം 1936 ഇറങ്ങിയ കൃതിയാണ് രാജരാജീയം. ഇത് എഴുതിയ ആളുടെ കൃതികൾ തന്നെയാണ് നവലോകം, രൂപമഞ്ജരി, നോവൽ പ്രസ്ഥാനങ്ങൾ. ഇനി ഉത്തരം പറഞ്ഞൂടെ? നോവൽ പ്രസ്ഥാനങ്ങൾ, സാഹിത്യ ഗവേഷണമാല. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. ആരാണ് ഇദ്ദേഹം? പ്രസ്ഥാനാത്മക നിരൂപണത്തിന് പ്രാധാന്യം നൽകിയ മലയാള വിമർശകനാണ്. മലയാള സാഹിത്യത്തിന്റെ പരിമിതികൾ അന്വേഷിച്ചുകൊണ്ട് ഗദ്യ സാഹിത്യത്തിന്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. വിമർശനത്തിന് പ്രസ്ഥാനാത്മക വിമർശനം എന്ന് പേര് നൽകിയ വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? പുതിയ ഭാവുകത്വത്തെ അല്ലെങ്കിൽ അജണ്ടയെ പരിചയപ്പെടുത്തുന്നത് പോലെ ഇസങ്ങൾ എന്ന പോലെ പ്രസ്ഥാനം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഇനിയും ക്ലൂ വേണോ? ഇനി ഉറപ്പിച്ചു പറയാൻ പറ്റില്ലേ? എ ആണ്. കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കൃതിയാണ് രാജരാജീയം. കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കൃതിയാണ് ഏത്? രാജരാജീയം എന്നുള്ള കൃതി ആരുടേതാണ്? കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കൃതിയാണ് രാജരാജീയം. കിട്ടിയോ? രാജരാജീയം ആരുടേതാണ്? കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കൃതിയാണ്. എന്താ ഈ രാജരാജീയം എന്നുള്ള കൃതിയുടെ പ്രത്യേകത? AR രാജരാജവർമ്മയുടെ അവതാരികകൾ, AR രാജരാജവർമ്മ എഴുതിയ അവതാരികകൾ സമാഹരിച്ച് അതിനെ പഠന വിധേയമാക്കുന്ന കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കൃതിയാണ് രാജരാജീയം. ഇനി
ഈ കൃതിക്ക്, അതായത് കേസരിയെ ബാലകൃഷ്ണപിള്ള എഴുതിയ രാജരാജീയം എന്ന ഈ കൃതിക്ക് ബാലകൃഷ്ണീയം, ശ്രദ്ധിക്കണേ, ബാലകൃഷ്ണീയം എന്ന പേരാണ് യോജിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയോ? അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ, ഒന്നുകൂടി പറയാവേ. കേസരിയെ ബാലകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് രാജരാജീയം. AR രാജരാജവർമ്മയുടെ അവതാരികകൾ സമാഹരിച്ച് പഠന വിധേയമാക്കുന്ന കേസരിയുടെ കൃതിയാണ് രാജരാജീയം. ഈ കൃതിക്ക്, അതായത് രാജരാജീയം എന്ന ഈ കൃതിക്ക് രാജരാജീയം എന്നുള്ള പേരല്ല, ബാലകൃഷ്ണീയം എന്ന പേരാണ് യോജിക്കുക എന്ന് ഈ കൃതിയെ പറ്റി അഭിപ്രായം പറഞ്ഞത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കിട്ടിയോ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി കേസരിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എഴുത്തച്ഛൻ പ്രസ്ഥാനത്തെ ഇദ്ദേഹം എന്ത് വിളിച്ചു? എഴുത്തച്ഛൻ പ്രസ്ഥാനത്തെ തേവർ വാഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? തേവർ വാഴ്ത്തി പ്രസ്ഥാനം. എഴുത്തച്ഛനെ വാഴ്ത്തിയാണ്. തേവർ വാഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേവർ വീഴ്ത്തി പ്രസ്ഥാനം എന്ന് ആരുടെ വിളിച്ചേ? തേവർ വീഴ്ത്തി പ്രസ്ഥാനം എന്ന ആരുടെ കൃതികളെ വിളിച്ചേ? യെസ്, നമ്പ്യാർ കൃതികളെ, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ തേവർ വീഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. ഇനി ഇദ്ദേഹം ഉണക്ക മലയാളം എന്ന് വിളിച്ചത് എന്തിനെയാണ്? ഉണക്ക മലയാളം എന്ന് വിളിച്ചത് കേസരിയെ ബാലകൃഷ്ണപിള്ളയാണ് ഉണക്ക മലയാളം എന്ന് വിളിച്ചത്. യെസ്, പച്ചമലയാള പ്രസ്ഥാനത്തെ എന്ത് വിളിച്ചു? ഉണക്ക മലയാളം എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, സമൂഹത്തിലെ പുരോഗമന സാഹിത്യകാരന്മാരെ സമുദായത്തിലെ വിഷം തീനികൾ എന്ന് വിളിച്ചു. ഇത് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. പുരോഗമന സാഹിത്യകാരന്മാരെ സമൂഹത്തിലെ വിഷം തീനികൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേസരിയെ ബാലകൃഷ്ണപിള്ളയാണ്. ക്ലിയർ അല്ലേ? പുരോഗമന സാഹിത്യകാരന്മാരെ സമൂഹത്തിലെ വിഷം തീനികൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ളയാണ്. ഓക്കെ, അതായത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമുദായത്തിന്റെ വേദനകളും യാതനകളും സമുദായത്തിൽ നിലനിൽക്കുന്ന വിഷങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നവരാണ് സാഹിത്യകാരന്മാർ എന്നർത്ഥത്തിലാണ് ഇദ്ദേഹം സമുദായത്തിലെ വിഷം തീനികൾ എന്ന് പുരോഗമന സാഹിത്യകാരന്മാരെ വിളിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇദ്ദേഹം കാടാത്മകത്വം എന്ന് വിളിച്ച പ്രസ്ഥാനം ഏതാ? കാടാത്മകത്വം എന്ന് വിളിച്ചത് ഫോവിസത്തെയാണ്. ഫോവിസത്തെ എന്ത് വിളിച്ചു? കാടാത്മകത്വം എന്ന് വിളിച്ചു. കാടാത്മകത്വം. റൊമാൻറ്റിസിസത്തെ എന്ത് വിളിച്ചു? റൊമാൻറ്റിസം എന്ത് വിളിച്ചു? മനം നോക്കി പ്രസ്ഥാനം. തെറ്റിക്കരുത്. റൊമാൻറ്റിസം റൊമാൻസ്, മനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. റൊമാൻറ്റിസിസത്തെ എന്ത് വിളിച്ചു മക്കളെ? മനം നോക്കി പ്രസ്ഥാനം. ഇനി മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചത് ആരാ? മിസ്റ്റിസിസം. യെസ്, മിസ്റ്റിസിസത്തെ മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? മിസ്റ്റിസിസം മാനം നോക്കി പ്രസ്ഥാനം. മിസ്റ്റിസിസം എന്താണ്? മാനം നോക്കി പ്രസ്ഥാനം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ്, റിയലിസത്തെ അദ്ദേഹം എന്താ വിളിച്ചേ? പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. യെസ്, റിയലിസത്തെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. ഓക്കെ, സർ റിയലിസത്തെ സ്വപ്നാത്മക പ്രസ്ഥാനം എന്ന് വിളിച്ചു. സർ റിയലിസത്തെ സ്വപ്നാത്മക പ്രസ്ഥാനം എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? ഫോവിസം കാടാത്മകത്വം, റൊമാൻറ്റിസം മനം നോക്കി പ്രസ്ഥാനം, മിസ്റ്റിസിസം മാനം നോക്കി പ്രസ്ഥാനം, റിയലിസം പരാജയ പ്രസ്ഥാനം, സർ റിയലിസം സ്വപ്നാത്മക പ്രസ്ഥാനം, പച്ച മലയാളം ഉണക്ക മലയാളം. ഞാൻ എന്താ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടേ, ഒന്ന് നോക്കണേ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ കേസരിയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
84ാമത്തെ ചോദ്യം, നമ്പ്യാരുടെ ശൃംഗാര വർണ്ണനകളെ അച്ചിക്കുറിപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പരിഹസിക്കുന്നതാര്? മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് PYQ. എത്ര വട്ടം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? നമ്പ്യാരുടെ ശൃംഗാര വർണ്ണനയെ അച്ചിക്കുറിപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പരിഹസിച്ചതാര്? ഡോക്ടർ എം ലീലാവതി, N കൃഷ്ണപിള്ള, സാഹിത്യപഞ്ചാനനൻ PK നാരായണപിള്ള, വടക്കുംകൂർ രാജരാജവർമ്മ. ഗസ് ചെയ്തോളൂ. യു ക്യാൻ ഗസ്. ആരാ ഇത് പറഞ്ഞിട്ടുണ്ടാവുക? നമ്പ്യാരുടെ ശൃംഗാര വർണ്ണനയെ അച്ചിക്കുറിപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ബന്ധം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരിക്കും? യെസ്, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. ആരാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്? സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയാണ് നമ്പ്യാരുടെ ശൃംഗാര വർണ്ണനയെ അച്ചിക്കുറിപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിലയിരുത്തുന്നത് ആരാണ്? യെസ്, സാഹിത്യ പഞ്ചാനനാണ്. സാഹിത്യ പഞ്ചാനനൻ. ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താ? PK നാരായണപിള്ള. ഇതും ഡോക്ടർ PK നാരായണപിള്ളയും രണ്ടാണേ. ആദ്യം അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ രാമകഥാപാട്ടിന് ഭാഷാപരിമളം എന്നൊക്കെ വിവർത്തനം നൽകിയതാരാ? കളഞ്ഞിട്ട കാവ്യമെന്നും മുത്തമിഴ് കാവ്യമെന്നൊക്കെ വിശേഷിപ്പിച്ചത് ഡോക്ടർ PK നാരായണപിള്ളയാണ്. അത് വേറെ, ഇത് വേറെ. അത് വേ, ഇത് റേ. ഇത് സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. ക്ലിയർ അല്ലേ? ഇന്നത്തെ വിമർശകനെ ഒരു അനോട്ടേഷൻ നോട്ട് ചെയ്തോളൂ. ഇന്നത്തെ വിമർശകനെ ഏറ്റവും മാതൃകാദൂതനായ പഴയ വിമർശകൻ. ഇന്നത്തെ വിമർശകനെ ഏറ്റവും മാതൃകാദൂതനായ പഴയ വിമർശകൻ എന്ന് പ്രൊഫസർ S ഗുപ്തൻ നായർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയാണ്. ഇന്നത്തെ വിമർശകനെ ഏറ്റവും മാതൃകാദൂതനായ പഴയ വിമർശകൻ എന്ന് പ്രൊഫസർ ഗുപ്തൻ നായർ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയെയാണ്. ക്ലിയർ അല്ലേ? നിരൂപണം സാഹിത്യത്തിന്റെ സംസ്കാരത്തിനും തന്മൂലം അതിന്റെ ഉത്കർഷത്തിനും ഉതകുന്നതാകണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അതിനു മുൻപും പിൻപും. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അതിനു മുമ്പും പിൻപും ആരുടെ കൃതിയാണ്? സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയുടെ കൃതിയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അതിനു മുൻപും പിൻപും. കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടുമായി താരതമ്യം ചെയ്ത് നിരൂപണം തയ്യാറാക്കിയിരിക്കുന്ന വ്യക്തി ആരാണ്? സാഹിത്യ പഞ്ചാനനാണ്. ആ കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അതിനു മുൻപും പിൻപും. കുമാരനാശാന്റെ കരുണയെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നിരൂപണം തയ്യാറാക്കിയിരിക്കുന്നു. കുമാരനാശാന്റെ കരുണയും കുചേലവൃത്തം വഞ്ചിപ്പാട്ടും തമ്മിലുള്ള സാമ്യം എന്താ? കുമാരനാശാന്റെ കരുണയും കുചേലവൃത്തം വഞ്ചിപ്പാട്ടും തമ്മിലുള്ള സാമ്യം, രണ്ടും എഴുതിയിരിക്കുന്നത് നദോന്നത വൃത്തത്തിലാണ്. രണ്ട് കൃതികളും എഴുതിയിരിക്കുന്നത് ഏത് വൃത്തത്തിലാണ്? നദോന്നത വൃത്തത്തിലാണ്. ഓക്കെ, നദോന്നത വൃത്തം. ഇനി സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് പഞ്ചാനനന്റെ വിമർശനത്രയം. വിമർശനത്രയം അല്ലെ? പിന്നെ പ്രസംഗ തരംഗിണി, വിജ്ഞാനരഞ്ജിനി, പിന്നെ ഏതാ? കാവ്യ മേഖല. ഇതൊക്കെ ആരുടെ കൃതികളാണ്? സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയുടെ കൃതികളാണ്. ഓക്കെ, ഇനി ചങ്ങമ്പുഴ കവിതയെ മിഠായി കവിതകൾ എന്ന് വിളിച്ചതാരാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. ചങ്ങമ്പുഴ കവിതയെ മിഠായി കവിതകൾ എന്ന് വിളിച്ചതാരാണ്? യെസ്, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയാണ്. ഇനി ദാന്തെ മിൽട്ടൺ, എപ്പോഴും ചോദിക്കുന്നതാണ്. ദാന്തെ മിൽട്ടൺ എന്നിവരോട് എഴുത്തച്ഛനെ ഉപമിച്ചുകൊണ്ട് മൂന്ന് ഭാഷാ കവികൾ ദാന്തെ മിൽട്ടൺ എന്നിവരോട് എഴുത്തച്ഛനെ ഉപമിച്ചുകൊണ്ട് മൂന്ന് ഭാഷാ കവികൾ എന്ന കൃതി എഴുതിയത് ആരാണ്? സാഹിത്യ പഞ്ചാനനാണ്.
ഓക്കെ, അപ്പോ പഞ്ചാനന്റെ വിമർശനത്രയത്തില് ആരൊക്കെയാണുള്ളത്? എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരിയാണ്. പഞ്ചാനന്റെ വിമർശന ത്രയത്തിന് അവതാരിക എഴുതിയത് ആരാണെന്നറിയോ? അഴീക്കോടാണ്, സുകുമാർ അഴീക്കോടാണ് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മിഠായി കവിത എന്ന് ചങ്ങമ്പുഴ കൃതികളെ വിശേഷിപ്പിച്ചു. ദാന്തെ മിൽട്ടൺ എഴുത്തച്ഛൻ ദാന്തെ മിൽട്ടൺ എന്നീ കവികളോട് എഴുത്തച്ഛനെ ഉപമിച്ചുകൊണ്ട് 3 ഭാഷാ കവികൾ എന്നുള്ള പേരിലെ കൃതി എഴുതി. ഇനി നമ്മുടെ AR രാജരാജവർമ്മയുടെ കേരള പാണ്ഡ്യത്തിന്റെ 2ാം പതിപ്പ്, അതിന് അവതാരിക എഴുതിയത് സാഹിത്യ പഞ്ചാനനാണ് കേട്ടോ. ഓക്കെ, അതിന് അവതാരിക എഴുതിയത് 1896 കേരള പാണ്ഡ്യത്തിന്റെ 2ാം പതിപ്പിനെ ഇംഗ്ലീഷിൽ അവതാരിക എഴുതിയത് കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ശൃംഗാരാവിഷ്കാരം അച്ചിക്കുറിപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ദശമസ്കന്ധത്തിന് ശേഷമുള്ള ഭാഗവത ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റെതല്ല. ദശമസ്കന്ധത്തിന് ശേഷമുള്ള ഭാഗവത ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റെതല്ല എന്ന് പറഞ്ഞത് ആരാണ്? സാഹിത്യ പഞ്ചാനനൻ TK നാരായണ പിള്ളയാണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോ ഒരാളെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് പറയാനുള്ളത് കൊണ്ടാട്ടോ മറ്റു ഓപ്ഷനിലേക്ക് നമ്മൾ പോവാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം. മലയാള മാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന മലയാങ്കൊല്ലം എന്ന മഹാകാവ്യം രചിച്ചതാര്? മലയാള മാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന മലയാങ്കൊല്ലം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? വേഗം പറഞ്ഞു. അധികം ഒന്നും ഇവിടെ ആലോചിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. വേഗം ഉത്തരം പറഞ്ഞു പോകേണ്ടതാണ്. ബി എന്ന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പന്തളം കേരളവർമ്മ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ, വടക്കുംകൂർ രാജരാജവർമ്മ, KC കേശവപിള്ള. എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ. മഹാകാവ്യങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. മലയാള മാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന മലയാങ്കൊല്ലം എന്നുള്ള കൃതി എഴുതിയത് ആരാണ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മലയാങ്കൊല്ലം പറയൂ. ഇതിന് അധികം വേറെ ഒന്നും എനിക്കിതിന്റെ അനുബന്ധിച്ചിട്ട് എനിക്ക് പറയാനില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതില്. ആരാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. ഓപ്ഷൻ ബി ശരിയാണ്. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ. ഓക്കെ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റേതാണ് ഏത്? മലയാങ്കൊല്ലം എന്നുള്ള മഹാകാവ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാർത്തോമ വിജയം എഴുതിയത് ആരാ? മാർത്തോമ വിജയം എഴുതിയത് ആരാ? പ്രസിദ്ധയായിട്ടുള്ള കവയിത്രി സിസ്റ്റർ മേരി ബനീഞ്ഞ. ഏത്? മാർത്തോമ വിജയം എന്നുള്ള കൃതി എഴുതിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വിശ്വദീപം ആരുടെയാ? വിശ്വദീപം ആരുടെയാ മക്കളെ? പുത്തൻകാവ് മാത്തന്തരകന്റേതാണ് വിശ്വദീപം. വിശ്വദീപം പുത്തൻകാവ് മാത്തന്തരകന്റേതാണ് ഏത്? വിശ്വദീപം. ഇസ്രായേൽ വംശം ആരുടെയാ? ഇസ്രായേൽ വംശം പ്രവിത്യാനം ദേവസിയുടേതാണ്. ഇസ്രായേൽ വംശം ആരുടേതാണ്? പ്രവിത്യാനം ദേവസിയുടേതാണ് ഇസ്രായേൽ വംശം. ഓക്കെ, മലയാങ്കൊല്ലം ആരുടേതാ? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റേതാണ് മലയാങ്കൊല്ലം. 1941 മലയാങ്കൊല്ലം എന്നുള്ള കൃതി വരുന്നത്. 1941 പുസ്തക രൂപത്തിൽ വരുന്നത് കേട്ടോ. പുസ്തക രൂപത്തിലെ 1907 രസികരഞ്ജിനിയിലാണ് ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കേരളത്തിലെ പ്രകൃതിയിൽ ദൃശ്യമാകുന്ന പരിവർത്തനങ്ങൾ ചിത്രീകരിക്കുന്ന മലയാള മാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന മലയാങ്കൊല്ലം എന്നുള്ള കൃതി എഴുതിയതാരാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ. ഇനി വടക്കുംകൂർ രാജരാജവർമ്മയുടെ കൃതി ഏതാ? വടക്കുംകൂർ രാജരാജവർമ്മയുടെ രാമായണം കഥയിലെ ഒരു ഭാഗം ഇതിവൃത്തമാക്കിയിട്ട് വടക്കുംകൂർ രാജരാജവർമ്മ രചിച്ച മഹാകാവ്യമാണ് ഏത്? രാഘവാഭ്യുദയം. കവനകൗമുദിയിലായിരുന്നു കേട്ടോ രാഘവാഭ്യുദയം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത്. രാഘവാഭ്യുദയം ആരുടേതാണ്? വടക്കുംകൂർ രാജരാജവർമ്മയുടേതാണ്. വേദവിഹാരം ആരുടെ കൃതിയാ? വേദവിഹാരം ആരുടെ കൃതിയാ മക്കളെ? KV സൈമന്റെ കൃതിയാണ് വേദവിഹാരം. ഇനി പന്തളം കേരളവർമ്മ ഇവിടെ തന്നിട്ടുണ്ട്.
പന്തളം രാഘവവർമ്മ തമ്പുരാനുണ്ട്. പന്തളം രാഘവവർമ്മ, അദ്ദേഹത്തിന്റെ കൃതിയാണ് രത്നപ്രഭ. രത്നപ്രഭ എന്നുള്ള ഒരു കൃതി അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെ കുറിച്ച് പറയുന്ന മഹാകാവ്യമാണ് പന്തളം രാഘവവർമ്മയുടെ രത്നപ്രഭ. ഇനി ശ്രീയേശു വിജയം ആരുടേതാ? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടേതാണ് ശ്രീയേശു വിജയം. ഇനി പന്തളം കേരളവർമ്മയുടെ കൃതി ഏതാ? പന്തളം കേരളവർമ്മയുടെ 1918 എഴുതപ്പെട്ടിട്ടുള്ള 21 സർഗങ്ങളായിട്ടുള്ള മഹാകാവ്യം ഉദയമാർത്താണ്ഡവർമ്മ മുതൽ ശ്രീമൂലം തിരുനാൾ വരെയുള്ള രാജാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന വഞ്ചീശ വംശം ആരുടേതാണ്? യെസ്, പന്തളം കേരളവർമ്മയുടേതാണ്. പന്തളം കേരളവർമ്മ. വിജയോദയം എന്നുള്ള ഒരു കൃതിയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വിജയോദയം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? KC കേശവപിള്ളയുടേതാ? കേശവീയം, അതെല്ലാവർക്കും അറിയാലോ. യെസ്. 86ാമത്തെ ചോദ്യം, പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയം ഏത്? പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയം ഏതാണ്? പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയം. പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയം ഏത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയയോട് ചേർക്കുന്ന പ്രത്യയം ഏതാണ്? കൃത്താണോ, തദ്ധിതമാണോ, കാരിതമാണോ, അനുസർഗമാണോ? ഉത്തരം പറഞ്ഞോളൂ. മറ്റേ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. അതുപോലെയൊക്കെ എന്റെ അവസ്ഥ. ഉത്തരം പറയും പിള്ളേരെ. ഏതാണ്? യെസ്, അത് കൃത്താണ്. കൃത്ത്. പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൃത്ത് എന്ന് വിളിക്കുന്നത്. ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമങ്ങൾ, ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമങ്ങൾ ആണ് എന്ത്? കൃത്ത്. ഈ കൃത്തിനെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 2ആക്കി തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണവ? കാരക കൃത്ത്, പിന്നെ എന്ത് കൃത്താ? കൃതികൃത്ത്. കാരകകൃത്ത് എന്നും കൃതികൃത്ത് എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. കൃതികൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ക്രിയക്ക് മാത്രമാണ് പ്രാധാന്യം വരുന്നത്. ക്രിയ എന്ന വ്യാപാരത്തിന് മാത്രം പ്രസക്തി വരുമ്പോൾ അതെന്താകുന്നു? കൃതികൃത്തുക്കളാകുന്നു. കാരകകൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ വ്യാപാരത്തിന്റെ കർത്താവ്, കർമ്മം, കരണം എന്നിങ്ങനെയുള്ള കാരകങ്ങൾക്ക് പ്രാധാന്യം വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കാരകകൃത്ത് എന്ന് വിളിക്കുന്നത്. കൃത്തിനെ 2ആക്കി തിരിക്കുന്നു. കാരകകൃത്തുക്കൾ എന്നും കൃതികൃത്തുക്കൾ എന്നും 2ആക്കി തിരിക്കുന്നു. ഇനി കൃതികൃത്ത് കേവലമായൊരു ക്രിയാരൂപത്തെ കാണിക്കുന്നവയാണ്. അൽ, തൽ, പൂ, ഊ, ച, തി, തു, തം, ആ, ഈ, അം, മ, വി, ഇൽ, പ, ഡി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് അൽ എന്ന പ്രത്യയം ചേർത്ത രൂപം. തുപ്പ്, തുപ്പൽ. ചെയ്യൽ. പിന്നെ തൽ എന്നുള്ള പ്രത്യയം ചേർക്കുക, വിടുതൽ നൽകുക. അങ്ങനെയുള്ള ഒരു പ്രയോഗം. വിടുതൽ. തൽ എന്ന പ്രത്യയം ചേർക്കുന്നു. പിന് ഏറ്റവും നല്ല ഉദാഹരണം തേപ്പ്. തേ എന്നതിനോട് കൂടി പ് എന്ന പ്രത്യയം ചേരുമ്പോൾ എന്താകുന്നു? തേപ്പ് എന്നുള്ളതാകുന്നു. ഇതൊക്കെ എന്താണ്? കൃതികൃത്താണ്. ക്ലിയർ അല്ലേ? ഇനി അറി എന്നതിനോട് കൂടി വ് എന്ന പ്രത്യയം ചേരുമ്പോൾ അറിവ് എന്നാകുന്നു. നോ എന്നതിനോടുകൂടി വ് എന്ന പ്രത്യയം ചേരുമ്പോൾ നോവ് എന്നാകുന്നു. ഇവയെല്ലാം എന്താണ്? കൃതികൃത്തുക്കളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കാരകകൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ കാരകകൃത്തുക്കൾക്ക് അകാരവും ഇകാരവും ചേർന്നിട്ടാണ് സാധാരണയായിട്ട് പറയാ. എന്ന് വെച്ചാൽ ചതി എന്നതിനോടുകൂടി ചതിയൻ, ഉരുളൻ, അതുപോലെ എന്താ തെണ്ടി. ഇതൊക്കെ എന്താണ്? കാരകകൃത്തിന് ഉദാഹരണങ്ങളാണ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? കാരകകൃത്തുക്കൾ. പുതിയൊരു നാമം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയയോട് ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൃത്ത് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കൃത്ത് എന്ന് വിളിക്കുന്നു. 87ാമത്തെ ചോദ്യം,
അപ്പുവിന്റെ അന്വേഷണം എന്ന കൃതിയിലൂടെ ലീലാവതി ആരുടെ നോവലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്? അപ്പുവിന്റെ അന്വേഷണം എന്ന കൃതിയിലൂടെ ലീലാവതി ടീച്ചർ. ഇന്ന് ഉത്തരങ്ങൾ കുറവാണല്ലോ, ഒന്ന് വേഗം ഫാസ്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞേ. ഇതെന്താണിത്? ഉത്തരം വരട്ടെ, ഉത്തരം വരട്ടെ. വേഗം, ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആൻസർ ആയിട്ട് പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഓക്കെ, ഏതാണ്? അപ്പുവിന്റെ അന്വേഷണം. ഇവിടെ അപ്പുവിന്റെ അന്വേഷണം എന്നുള്ള കൃതിയാണ്. ഇത് നോവലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ലീലാവതി ടീച്ചറാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യത്തിൽ നിന്ന് തന്നെ 3 പോയിന്റ് കിട്ടി. അപ്പുവിന്റെ അന്വേഷണം എന്നുള്ളത് ഒരു പഠനമാണ്, നോവലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്, ലീലാവതി ടീച്ചറാണ് അത് എഴുതിയിരിക്കുന്നത്. ആരുടെ നോവലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്? സി രാധാകൃഷ്ണന്റെ നോവലുകളെ കുറിച്ചിട്ടുള്ള ലീലാവതി ടീച്ചറുടെ പഠനമാണ് ഏത്? അപ്പുവിന്റെ അന്വേഷണം. ഏതാണ് കൃതി? അപ്പുവിന്റെ അന്വേഷണം. ലീലാവതി ടീച്ചറുടെ പഠനമാണ് അപ്പുവിന്റെ അന്വേഷണം. ഡോക്ടർ എം ലീലാവതിയെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഡോക്ടർ എം ലീലാവതിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിലെ അപ്പുവിന്റെ അന്വേഷണം എന്നുള്ള കൃതി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതും കൂടി ആണ്. ഓക്കെ, അപ്പുവിന്റെ അന്വേഷണം ലീലാവതി ടീച്ചർ. ഇനി ലീലാവതി ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മുടെ ഈ സീരീസിലെ ലീലാവതി ടീച്ചറെ കുറിച്ച് നമ്മൾ പറഞ്ഞോ വേറെ എവിടെയെങ്കിലും? പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, കണ്ണീരും മഴവില്ലും എന്നുള്ള കൃതി വിലാപകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. കണ്ണീരും മഴവില്ലും എപ്പോഴും ചോദിക്കുന്നതാണ്. ലീലാവതി ടീച്ചറുടെ വിലാപകാവ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. പിന്നെ നവതരംഗം മറ്റു കൃതികളാണ്. നവതരംഗം, വർണ്ണരാജി, ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ, അപ്പുവിന്റെ അന്വേഷണം 2002 വന്നിട്ടുള്ള കൃതിയാണ്. 2002 അപ്പുവിന്റെ അന്വേഷണം. പിന്നെ കവിത, മലയാള കവിതാ സാഹിത്യ ചരിത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലീലാവതി ടീച്ചർ എഴുതിയ അവതാരികകൾ എന്തായാലും ഇവിടെ നോക്കാം. സി രാധാകൃഷ്ണന്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ ആ കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. ഇനി വൈലോപ്പിള്ളിയുടെ വിട എന്നുള്ള വൈലോപ്പിള്ളിയുടെ വിട എന്നുള്ള കവിതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ലീലാവതി ടീച്ചറാണ്. ONV കുറുപ്പിന്റെ സ്വയംവരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ലീലാവതി ടീച്ചറാണ്. MN പാലൂരിന്റെ സർഗധാരയ്ക്ക് അവതാരിക എഴുതി. ക്ലിയർ അല്ലേ? ലീലാവതി ടീച്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, ഒരു പദത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയത്തെ എന്ത് വിളിക്കുന്നു? ഒരു പദത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെ എന്ത് വിളിക്കുന്നു? ഗതി, വിഭക്തി, കാരിതം, സമാസം. ഗതി, വിഭക്തി, ബി ആണോ എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും ഡൗട്ട്. എന്തിനാ അത്ര ഡൗട്ട്? വിഭക്തി തന്നെയാണ്. ഡൗട്ട് ആർക്കും വേണ്ട. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്നതാണ്, വിഭക്തിയുടെ കാരിക അങ്ങോട്ട് കാണാപാഠം പഠിച്ചു വെക്കുക. കാരണം ഈ വിഭക്തി ഉപയോഗിച്ചിട്ട് സമാസത്തിലെ തൽപുരുഷ സമാസം പഠിക്കണമെങ്കിൽ വിഭക്തി അറിയണം. വിഭക്തി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സമാസം അറിയണമെങ്കിലും വിഭക്തി വേണം, കാരകം അറിയെങ്കിലും വിഭക്തി വേണം. വിഭക്തി പഠിക്കാനും വിഭക്തിയുടെ കാരിക നമ്മൾ അറിഞ്ഞിരിക്കണം. വിഭക്തി കാരിക എന്താ മക്കളെ? തന്മ നിർദ്ദേശിക കർത്ത, പ്രതിഗ്രാഹിക കർമ്മമേ, ഓട് സംയോജിക സാക്ഷി, സ്വാമി ഉദ്ദേശിക കീവ്, ആൽ പ്രയോജികയാം ഹേതു, ഉടേ സംബന്ധിക സ്വത, ആധാരികാധികരണം, ഇൽ കൽ പ്രത്യയമായവ. ഓക്കെ, ഒരു കീവേഡ് പറഞ്ഞുതരാട്ടാ. നിപ്രസം, ഉപ്രസം, ആ. ഇതാണ് കീവേഡ്. ഓർഡർ പഠിക്കാനുള്ള കീവേഡ് ആണ്. നിപ്രസം, ഉപ്രസം, ആ. ഓക്കെ, തന്മ നിർദ്ദേശിക കർത്ത,
പ്രതിഗ്രാഹിക കർമ്മമേ, ഓട് സംയോജിക സാക്ഷി, സ്വാമി ഉദ്ദേശിക കീവ്, ആൾ പ്രയോജികയാം ഹേതു, ഉടേ സംബന്ധിക സ്വത, ആധാരാധികരണം ആധാരിക അധികരണം ഇൽക്കൽ പ്രത്യയമായവ. വിഭക്തി നിപ്രസം ഉപ്രസം ആ, നിപ്രസം ഉപ്രസം ആ എന്ന് പഠിച്ചാൽ വിഭക്തിയുടെ കോഡ് കിട്ടും. ഓരോ വിഭക്തികളും ഓർഡർ അനുസരിച്ച് കിട്ടും. ഇനി അടുത്ത കീവേഡ് ശൂന്യ മെയ്യോട് കാലുടയിൽ. ശൂന്യമെയ്യോട് കാലുടയിൽ എന്ന് പഠിച്ചു വെച്ചാൽ ഇവയുടെ പ്രത്യയങ്ങളും കിട്ടും. ആദ്യത്തെ ഏതാണ്? നിർദ്ദേശികയാണ്. തന്മ നിർദ്ദേശിക കർത്ത. നിർദ്ദേശികയ്ക്ക് വിഭക്തി പ്രത്യയമില്ല. അതെന്താണ്? ശൂന്യം. പ്രതിഗ്രാഹിക കർമ്മ മേ. മേ എന്നുള്ളത് എന്തിൻ്റെതാണ്? പ്രതിഗ്രാഹികയുടെ പ്രത്യയമാണ്. അപ്പോ നിർദ്ദേശിക പ്രത്യയത്തിന് വിഭക്തി ഇല്ല, അത് ശൂന്യമാണ്. പിന്നെ പ്രതിഗ്രാഹിക കർമ്മമേ, പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമാണ് മേ മേ. ഓക്കെ. ഇനി ഓട് സംയോജിക സാക്ഷി സം. ഓട് സംയോജിക സാക്ഷി ഓട്. മേ യോട്. യോട് എന്നുള്ളത് എന്താ? സംയോജിക. സ്വാമി ഉദ്ദേശിക കീവ് കീക്ക്. ഉദ്ദേശിക ക്ക്. ആൾ പ്രയോജികയാം ഹേതു ആൾ ആൾ. ആൾ പ്രയോജികയാം ഹേതു. ഉടേ സംബന്ധിക സ്വത. ഇൽക്കൽ പ്രത്യയമായവ. ആധാരിക അധികരണം ഇൽക്കൽ പ്രത്യയമായവ. അപ്പൊ ഈ കീവേഡ് പഠിച്ചു വെച്ചാലേ, കാരിക പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കിട്ടും. പക്ഷെ കാരിക പഠിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലിയർ അല്ലേ മക്കളെ? കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. നിപ്രസം ഉപ്രസം ആ എന്ന് പഠിച്ചിരിക്കുക. വിഭക്തി. ഒരു പദത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധമുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിഭക്തി എന്ന് വിളിക്കുന്നത്. നിർദ്ദേശിക എന്ന വിഭക്തിക്ക് പ്രത്യയമില്ല. പ്രതിഗ്രാഹിക എന്നതിന്റെ പ്രത്യയമാണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് കുട്ടിയെ, നിന്നെ. സംയോജിക എന്താണ് പ്രത്യയം? ഒട് ഓട് എന്നുള്ളതാണ്. കുട്ടിയോട്, നിന്നോട്. ഉദ്ദേശിക ക് ഉ അല്ലെങ്കിൽ വ്. കുട്ടിക്ക്, നിനക്ക് ഉദാഹരണമാണ്. പിന്നെ ഏതാണ്? പ്രയോജിക ആൽ. കുട്ടിയാൽ, നിന്നാൽ. സംബന്ധിക ഉടെ, കുട്ടിയുടെ, നിന്റെ. ഓക്കെ. ആധാരിക എന്നുള്ള വിഭക്തി ഇൽക്കൽ എന്നിവയാണ് പ്രത്യയം. കുട്ടിയിൽ. പിന്നെ നീ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്കൽ എന്ന് പറയാം. ഇപ്പൊ ആ പദം പ്രയോഗത്തിൽ ഇല്ല. ക്ലിയർ അല്ലേ? വിഭക്തി. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യം. പാട്ടുകാവ്യങ്ങളിൽ ഉൾപ്പെടാത്ത കൃതി ഏത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? പാട്ടുകാവ്യങ്ങളിൽ ഉൾപ്പെടാത്ത കൃതി ഏത്? ഏതാ മക്കളെ പാട്ടുകാവ്യങ്ങളിൽ? ഭാഷാ ഭഗവത്ഗീതയാണോ, അനന്തപുര വർണ്ണനാണോ, തിരുനുഴൽമാലയാണോ, കണ്ണശരാമായണാണോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണേ. പാട്ടുകാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് സിമ്പിൾ ആണ്. ഏതാണത്? അനന്തപുര വർണ്ണനാണ് അല്ലെ? അനന്തപുര വർണ്ണനം പാട്ടുകാവ്യങ്ങളിൽ ഉൾപ്പെടാത്ത കൃതിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലോക നാടക ദിനം എന്ന്? ഏത് എന്ന് തന്നെയാണ് ചോദ്യ പേപ്പറിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തത്. ലോക നാടക ദിനം മാർച്ച് 27 മാർച്ച് 10 ജനുവരി 7 ഏപ്രിൽ 11 ലോക നാടക ദിനം മാർച്ച് 27 ലോക നാടക ദിനം. മാർച്ച് 27 ലോക നാടക ദിനം. ഈ ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇനി റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ലോക നാടക ദിനം മാർച്ച് 27. അപ്പൊ 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു കുഞ്ഞു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.